ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് റീഡില് ജൈന്റ് സ്കെലട്ടൻ പോലീസും കാര്യത്തിന് വന്നിക്കാണ്. അതേപോലെ തന്നെ ഈ പോലീസാണ് ജൈന്റ് കലക്ടർ പോലീസും കാര്യത്തിന് ആയത്. അപ്പൊ അതെങ്ങനെ ആയത് പറഞ്ഞു തരാം. അങ്ങനെ നമ്മൾ പണിക്കും കഴിയുന്നത് പിന്നെ കഴിച്ച് ഇവിടെ പോലീസുകാരും കഴിയുന്നത്. അപ്പൊ ഇത് എന്താ സംഭവം, സിറ്റിയിൽ ഫുള്ളും പോലീസുകാരും കഴിയുന്നത് കഴിച്ചിട്ട് നമ്മളെ ഫോളോ ചെയ്ത് വരുന്നത് തോന്നുന്നത്. അപ്പൊ ഇത് നമ്മളെ ഫോളോ ചെയ്ത് നമ്മൾ പോകത്തൊക്കെ ഇതുണ്ട്. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഏതൊരു ബിൽഡിങ്ങിൽ ഒളിച്ചേക്കാം പക്ഷേ ഈ ബിൽഡിങ്ങിൽ ഒളിച്ചേക്കാൻ വന്നപ്പോൾ ഫുള്ളും പോലീസ് നമുക്ക് ഇറങ്ങിയാൽ തന്നെ വെള്ളം അറ്റാക്കും കാര്യത്തിലും ഉണ്ടാവാൻ സാധ്യത. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഏതൊരു ബിൽഡിംഗ് കഴിച്ചപ്പോൾ ഈ ബിൽഡിംഗ് നല്ല സേഫും കാര്യത്തിനും തോന്നുന്നത്. ഇവിടെ ഒളിച്ചു കിടന്നിട്ട് അപ്പുറത്തൊരു സേഫും കാര്യത്തിലുള്ള അപ്പൊ ആരും കാണാൻ സാധ്യത. അപ്പൊ അതിന്റെ ഉള്ളിലായിട്ട് ഒളിച്ചേക്കാൻ പറ്റും. അപ്പൊ നമുക്ക് നേരെ ഇതിന്റെ ഉള്ളിൽ വണ്ടി കയറ്റിയാൽ നിർത്തിയിട്ട് ഈ ബിൽഡിങ്ങിന്റെ ഉള്ളിൽ നിർത്താം. അപ്പൊ എന്തായാലും നിർത്തിക്കുക. അപ്പൊ എന്തായാലും വണ്ടിയിൽ നിന്ന് ഇറങ്ങിയ ഉള്ളിൽ കയറി വെക്കുക. അപ്പൊ ഇവിടെ പോലീസ് ശ്രദ്ധിക്കാൻ സാധ്യത നേരെ ബിൽഡിങ്ങിന്റെ ഉള്ളിൽ കയറി നോക്കാം. ബിൽഡിങ്ങിന്റെ ഉള്ളിൽ കയറിയപ്പോൾ സയന്റിസ്റ്റും കാര്യത്തിനും അപ്പൊ സയന്റിസ്റ്റ് സോംബി വൈറസ് നമ്മുടെ സിറ്റിക്ക് പകർത്താൻ നിൽക്കുക. അപ്പൊ രണ്ട് സയന്റിസ്റ്റും കാര്യത്തിനുണ്ട്. അപ്പൊ രണ്ടും കൂടെ സിറ്റി നശിപ്പിക്കൊണ്ട് നിൽക്കുക. സോംബി വൈറസും കാര്യം നമ്മുടെ സിറ്റിയിൽ നശിപ്പിക്കുക. സോംബി കാര്യത്തിന് അറ്റാക്ക് രീതിയിൽ സംഭവിച്ചുകൊണ്ട് നിൽക്കണം. അപ്പൊ ഇത് നമുക്ക് തടഞ്ഞേ പറ്റുള്ളൂ. നമ്മൾ അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ സോംബി വൈറസ് നമ്മൾ സിറ്റിയിൽ ഉണ്ടാവാൻ പാടില്ല. നമ്മൾ അറിഞ്ഞിങ്ങനെ. അപ്പൊ എന്തായാലും നമ്മളെ സയന്റിസ്റ്റിൽ എന്ത് ചെയ്തേ പറ്റുള്ളൂ. നമുക്ക് നേരെ ബിൽഡിങ്ങിൽ നിന്ന് ഇറങ്ങുമ്പോൾ സേഫ് ഒന്നല്ല. പക്ഷേ നമുക്ക് നേരെ ബിൽഡിങ്ങിന് കാര്യത്തിന് അറിയുമ്പോൾ നേരെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പോലീസുകാരോട് പറഞ്ഞു വെക്കാം. യാതൊരു ഐഡിയും കഴിയത്തില്ല. നമുക്ക് സയന്റിസ്റ്റ് നമ്മൾ ഈ ബിൽഡിങ്ങിന്റെ ഉള്ളിൽ കണ്ടത്. അപ്പൊ പോലീസുകാരോട് പറഞ്ഞു വെക്കാം എന്താ യാതൊരു ഐഡിയും കഴിയും. അപ്പൊ സിറ്റിയെ നശിപ്പിക്കാൻ സോംബി വൈറസും കാര്യത്തിൽ നമ്മൾ സിറ്റിയിലെ ആക്കാൻ പറയുമ്പോൾ സോംബി കാര്യത്തിന് സിറ്റിയിലുണ്ട്. അപ്പൊ നമുക്ക് തടയാൻ പറ്റുമ്പോൾ നേരെ പോലീസ് സ്റ്റേഷനും കാര്യത്തിന് അങ്ങനെ എത്തിയില്ല. അപ്പൊ നമുക്ക് നേരെ പോലീസ് സ്റ്റേഷന്റെ ഉള്ളിൽ കയറി വെക്കാം. പോലീസ് വണ്ടി കഴിഞ്ഞപ്പോൾ രണ്ട് പോലീസുകാർ മാത്രമേ നമുക്ക് എന്തെങ്കിലും വണ്ടിയിൽ നിന്ന് അറിയാൻ പോലീസുകാർ സംസാരിച്ച കഴിഞ്ഞാൽ വണ്ടിയിൽ നിന്ന് ഇറങ്ങട്ടെ. നമ്മുടെ സിറ്റി വൈറസും കാര്യത്തിൽ വരാൻ സോംബി വൈറസും കാര്യത്തിൽ സിറ്റി നശിപ്പിക്കൊണ്ട് നമ്മൾ സയന്റിസ്റ്റും കാര്യത്തിൽ സോംബി വൈറസ് നമ്മൾ സിറ്റിക്ക് ആക്കാൻ നിൽക്കണം. അപ്പൊ ഞാൻ കണ്ടത് എങ്ങനെ ഞാൻ സ്ഥലം കാര്യത്തിൽ അയച്ചിട്ട് എന്ത് സോംബി വൈറസും നമ്മൾ സിറ്റിക്ക് വരാൻ സ്ഥലം സാറ് വരാൻ സാധ്യത ഞാൻ നേരിട്ട് കണ്ടത് ബല പറഞ്ഞ സംസാരം കാര്യത്തിന് ഞാൻ നേരിട്ട് കണ്ടതാ. ഞാൻ പറഞ്ഞു തന്നെ ബിൽഡിംഗ് പോയ സോംബി വൈറസ് അപ്പൊ നമ്മൾ പോലീസിന് പറഞ്ഞിട്ട് വിസിക്കണില്ല. അപ്പൊ ഇവര് എന്തെങ്കിലും ചെയ്തോട്ടെ. അപ്പൊ നമുക്ക് എന്തായാലും എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. അപ്പൊ എന്തായാലും നമുക്ക് നേരെ സിറ്റിക്ക് ഇപ്പൊ നമ്മൾ ഫുള്ള് സോംബി വൈറസും കാര്യത്തിലേക്ക് ഫുള്ളും സോംബിയാണ്. നമ്മളെ സൈഡിലും നടുക്കായിരിക്കും സോംബി കാര്യത്തിന്. അപ്പൊ ഒരു വൈറസും കാര്യത്തിന് തുടങ്ങിയെന്നാ തോന്നുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് റിട്ടേൺ പോയേ പറ്റുള്ളൂ. നമുക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് തന്നെ റിട്ടേൺ പോയാൽ പോലീസുകാരൊന്നും അറിഞ്ഞതോ നമ്മൾ ഇറങ്ങിയപ്പോഴാ വന്നുള്ളൂ. നമ്മൾ റിട്ടേൺ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി നോക്കാം. പോലീസുകാരോട് സംസാരിച്ചൊക്കെ യാതൊരു ഐഡിയും കഴിയില്ല. പോലീസുകാരോട് നമ്മൾ സംസാരിച്ച ഇങ്ങനെ വരുന്നില്ല എന്നാണ്. പോലീസ് സ്റ്റേഷന്റെ ഉള്ളിൽ സോംബി ഇപ്പൊ പോലീസ് സ്റ്റേഷന്റെ ഉള്ളിൽ ഒരു സോംബി കാര്യത്തിന് അപ്പൊ നമുക്ക് സാറിനോട് സംസാരിച്ചു നോക്കാം. അല്ലെ സാർ ഇപ്പൊ സോംബി കാര്യത്തിന് സാറ് എന്തെങ്കിലും ചെയ്യും സാറേ. നമ്മൾ അറ്റാക്ക് ചെയ്യുന്നുണ്ട് സാർ എന്തെങ്കിലും ചെയ്യും സാറേ. അറ്റാക്ക് ചെയ്യുന്നുണ്ട് സാർ. ഞാൻ ജയിലിന്റെ ഉള്ളിൽ കഷ്ടപ്പെട്ട് നിൽക്കാനൊന്നും പറ്റില്ല. ഞാൻ ജയിലിന്റെ ഉള്ളിൽ രക്ഷപ്പെടാം. സോംബി കാര്യത്തിന് ആക്രമിക്കണം. സോംബി നിന്ന് തിരിച്ചു വരലുണ്ടാവും. സോംബി കാര്യത്തിന് ഇവിടെ പെട്ടുകണേ. അപ്പൊ അതിൽ ഞാൻ കഴിച്ചില്ല. സോംബി കാര്യത്തിനോട് കുടുങ്ങി. പോലീസുകാരുടെ അവസ്ഥ യാതൊരു ആയിരിക്കും. സോംബി കാര്യത്തിന് ആക്രമിക്കണം. പോലീസുകാർ കാര്യത്തിന് ജയിലിന്റെ ഉള്ളിൽ ഞാൻ അതേപോലെ തന്നെ ജയിലിന്റെ ഉള്ളിൽ സോംബി കാര്യത്തിന് ആക്രമിക്കാൻ പറ്റുന്ന ഇപ്പൊ പോലീസുകാരോട് ഞാൻ പ്ലാനും കാര്യത്തിന് പറഞ്ഞെടുത്തു. പോലീസുകാർക്ക് സമ്മതം മൂടിക്കണേ. അപ്പൊ എന്താ ഞാൻ പ്ലാനൊക്കെ വിസിറ്റാൻ വേണ്ടി പോലീസുകാർക്ക് പറഞ്ഞെടുത്തത്. അപ്പൊ സോംബി കാര്യത്തിന് ആക്രമിച്ചുകൊണ്ട് തന്നെ യാതൊരു ഐഡിയും ഇവിടുന്ന് രക്ഷപ്പെടാൻ യാതൊരു ഐഡിയും കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും കൂടെ പോലീസുകാർ ജയിലിൽ കയറിക്കാണ്. അപ്പൊ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയ സാറിനോട് അവിടെ നിൽക്കാൻ പറഞ്ഞേ. അപ്പൊ എനിക്ക് കുറച്ച് പ്ലാനും കാര്യത്തിന് അറിയാം. ഓരോ സംസാരിച്ച് പോലീസ് എന്നൊക്കെ പറഞ്ഞേ. അപ്പൊ ഞാൻ കാണിച്ചു തരാം. പുറത്തും കാര്യത്തിൽ സോംബി നല്ല ആക്രമിച്ചുകൊണ്ട് നിൽക്കാണ്. അപ്പൊ എന്താ ചെയ്യേണ്ടി യാതൊരു കഴിയില്ല. ആരൊക്കെ ആക്രമിച്ചുകൊണ്ട് സോംബി കാര്യത്തിന് ഇവിടുന്ന് പോയി. അപ്പൊ ഞാൻ പുറത്തേക്ക് ഇറങ്ങാൻ എയർപോർട്ടിന്റെ മുന്നിലായിട്ട് കണ്ട് ആക്രമിച്ചുകൊണ്ട് സോംബി കാര്യത്തിന് ആക്രമിച്ചുകൊണ്ടിരിക്കണേ. അപ്പൊ യാതൊരു ഐഡിയ. അപ്പൊ നമുക്ക് നേരെ പോലീസുകാരെ നമുക്ക് എന്തെങ്കിലും ചെയ്താണ്ട് ഈ സോംബിനെ ആക്രമിച്ചേ പറ്റുള്ളൂ. അപ്പൊ യാതൊരു ഐഡിയ. അപ്പൊ എനിക്ക് കുറച്ച് പ്ലാനും കാര്യത്തിനുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് നേരെ പ്ലാനിന് പുറത്ത് കറങ്ങി പുറത്ത് കാര്യത്തിൽ എപ്പോഴും സോംബി കാര്യത്തിന്. അപ്പൊ എന്തായാലും ഞാൻ ഒരു ട്രിക്കും കാര്യത്തിന് ചെയ്യാൻ പോകണം. അപ്പൊ ഒരു സാധനം എടുക്കണം. അതിന് കുറച്ച് ടാസ്ക് കാര്യത്തിന്. അപ്പൊ ഞാൻ നേരെ ആ ടാസ്ക് പോകണം. അപ്പൊ എന്തെങ്കിലും ഈ ടാസ്ക് ഫുള്ളാക്കിയാൽ മാത്രമേ ഞാൻ വിചാരിച്ച സാധനം കിട്ടുള്ളൂ. എന്തായാലും ഞാൻ കുറച്ച് കഴിഞ്ഞാൽ കാണിച്ചു തരാം എന്താ സാധനം. അപ്പൊ എന്തായാലും ഇത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് ഔട്ടായിട്ട് കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഔട്ടായത് വീണ്ടും കളിച്ചാൽ പറ്റുന്നത്. അപ്പൊ വേസ്റ്റ് പിന്നിങ് കാര്യത്തിന് നമ്മൾ മുന്നേ അപ്പൊ മാക്സിമം ഔട്ടാതെ കളിച്ചാൽ നോക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും കുഴപ്പമില്ലാതെ പോകേണ്ടി. ഞാൻ ഒട്ടും കളിച്ചുകൊണ്ട് പിന്നെ ഐഡിയും കാര്യത്തിനുണ്ട്. എങ്ങനെ പോകേണ്ടത് ഐഡിയും കാര്യത്തിനുണ്ട്. അപ്പൊ എന്തായാലും മാക്സിമം ഔട്ടാകാൻ ശ്രമിക്കാം. നമുക്ക് മുന്നിൽ കണ്ടെയ്നറും കാര്യത്തിനുണ്ട്. ഇപ്പൊ കണ്ടെയ്നർ തട്ടാതെ പോകണം. പക്ഷെ അപ്പൊ കുഴപ്പമില്ലാതെ കണ്ടെയ്നറൊക്കെ നമ്മൾ മുന്നിൽ. അപ്പൊ ഈ ചോപ്പ് കണ്ടെയ്നർ പോയിട്ട് നമുക്ക് പോകാൻ പറ്റുള്ളൂ. പക്ഷെ അതാ കാര്യം പോയിക്കണം. അപ്പൊ എന്തായാലും നമുക്ക് നേരെ മുന്നിൽ പോകുമ്പോൾ ഫാനും കാര്യത്തിനും ടാസ്ക് ആണ്. അപ്പൊ എന്തായാലും കുഴപ്പമില്ല നമുക്ക് പോകണ്ട. അപ്പൊ ഇനി ചെറുതായി തട്ടിയത് കുഴപ്പമില്ല. അപ്പൊ നമ്മുടെ ഒരു അമ്പ് കാര്യത്തിട്ട് അതായത് ചാടിയാണ് അപ്പുറത്ത് ഞാൻ കടന്നത്. അപ്പൊ കുഴപ്പമില്ല നമുക്ക് നേരെ പോകണ്ടേ. അപ്പൊ അതിന് കുഴപ്പമില്ലാതെ പോകണ്ട. ഇവിടെ എനിക്ക് അറിയുന്ന സ്ഥലമായതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ലാതെ പോകണ്ട. അപ്പൊ ഇനി ഇവിടെ ഒന്നുമില്ല. കുറച്ച് മുന്നിൽ പോയ ടാസ്ക്. അപ്പൊ ബെല്ല് കുറച്ചാണ് ഇനി പോകാന്ന് വിചാരിച്ചാൽ ബെല്ല് സ്പീഡ് കുറച്ചാണ് പോകുന്നത്. അപ്പൊ ഇനി മുന്നിൽ ഫാനും കാര്യത്തിൽ ഇതാണ് കുറച്ച് ടാസ്ക് ആയത്. ഫാനും തട്ടിയുള്ള കുഴപ്പം കാര്യത്തിനാണ്. അപ്പൊ അതിൽ കുഴപ്പമില്ല. ഞാൻ മാക്സിമം നോക്കിയാണ്ടാണ് പോകുന്നത്. ബെല്ലൊക്കെ പോകുന്നത്. അപ്പൊ ഈ ഫാൻ സിമ്പിൾ ആണ്. ഈ രണ്ട് ഫാൻ ഉണ്ടാകുമ്പോൾ മാത്രമേ കുഴപ്പമില്ല. അപ്പൊ ഈ ഫാൻ സിമ്പിൾ ആയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ അടുത്ത ടാസ്ക് കാര്യത്തിൽ ഇത് പോകാൻ യാതൊരു ബെല്ലാണ് പോകുന്നത്. ഒരു വണ്ടിക്ക് പോകാൻ ജസ്റ്റ്
മിസ്സിന് നമ്മൾ ജയിച്ച് കഴിച്ചിലേക്ക്. അപ്പൊ കുഴപ്പമില്ല. അപ്പൊ ഇനി കുറച്ച് ടാസ്ക് ഒന്നും ഇനി സിമ്പിൾ ആണ്. അപ്പൊ ഇനി ഫാനും കൂടെ കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നമുക്ക് പോകാൻ. അപ്പൊ ഇനി കുറച്ച് ടാസ്ക് മാറ്റത്തിനുള്ള അപ്പൊ കഴിഞ്ഞാൽ നമുക്ക് സാധനം കിട്ടണേക്കാരം. അപ്പൊ നമുക്ക് ഈ ചലഞ്ച് ഫുൾ ആക്കി നമ്മൾ ഫോണിൽ ഒരു മെസ്സേജ്, ആ മെസ്സേജ് സ്ഥലത്തേക്ക് പോയാൽ നമുക്ക് ആ സാധനം കിട്ടണേക്കാരം. അപ്പൊ ഇവിടുന്ന് കുറച്ച് ടാസ്ക് കാര്യത്തിന് ഞാൻ സ്പീഡ് വിട്ട് ഞാൻ ശ്രദ്ധിച്ചു, എന്തായാലും പെട്ടെന്ന് കണ്ടപ്പോൾ വായിച്ചെന്നുള്ളൂ. അപ്പൊ ഇനി കുഴപ്പമില്ലാതെ അങ്ങനെ പോകുന്നുണ്ട്. അപ്പൊ കുഴപ്പമൊന്നുമില്ല. ഇനി കുറച്ച് ടാസ്ക് കാര്യത്തിന് അപ്പൊ ഇത് കംപ്ലീറ്റ് ആവാൻ വേണ്ടിയിട്ട് പക്ഷെ അപ്പൊ ചെറുതായിട്ട് കട്ട് ചെയ്ത് അപ്പൊ എന്തായാലും നമ്മൾ കഴിഞ്ഞില്ല. എന്താ വെച്ചാൽ അവിടുന്ന് പണിയും കാര്യത്തിന് വാളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ എന്തായാലും കട്ട് ചെയ്താണ് ഞാൻ നേരെ കയറ്റിക്കുന്നത്. അപ്പൊ എന്തായാലും ഇനി കുഴപ്പമില്ല, സ്പീഡ് വിട്ടാൽ ഇനി കുഴപ്പമില്ലാതെ എത്തണേക്കാരം. അപ്പൊ എന്തായാലും കുഴപ്പമില്ലാതെ എത്തണേക്കാരം. നമുക്ക് ക്യാമറകളൊക്കെ ചേഞ്ച് ചെയ്ത് മനസ്സിലാവാത്തുണ്ട്. അപ്പൊ എന്തായാലും നേരെ വിട്ടേക്കണം. അപ്പൊ ഇനി കുഴപ്പമില്ലാതെ എത്തണേക്കാരം. എന്തായാലും അവസാനം എത്തിയില്ല. അപ്പൊ എന്തായാലും നമുക്ക് നേരെ വരുന്ന വെച്ചാൽ എന്തായാലും നോക്കാം. അങ്ങനെ എന്തായാലും നമ്മൾ ചെറുതായിട്ട് വീടുന്നല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പൊ എന്തായാലും ഫോണിക്ക് മെസ്സേജ് ഒന്നും യാതൊരു വണ്ടിയും കാര്യത്തിന്റെ മുകളിലുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് അവിടെ എത്താൻ പറ്റി. അപ്പൊ ഫോൺ എടുത്തോക്കാം, ഫോണിക്ക് മെസ്സേജും കാര്യത്തിന് വന്നത്. അപ്പൊ എന്തായാലും ഫോൺ എടുത്തോക്കാം. പക്ഷേ അപ്പൊ നമ്മൾ സ്ഥലം കാര്യത്തിന് നോട്ട് ചെയ്തപ്പോൾ ഈ സ്ഥലത്തേക്ക് പോയി എടുക്കണം. അപ്പൊ എന്തായാലും മൊബൈൽ ഫോണിൽ മെസ്സേജും കാര്യത്തിന് വന്നിട്ട് അപ്പൊ നമുക്ക് നേരെ ആ സ്ഥലത്തേക്ക് പോയി എടുക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ നേരെ ആ സ്ഥലത്തേക്ക് എത്തിന്. അപ്പൊ നമുക്ക് നേരെ പോയി എടുക്കാനൊക്കെ അപ്പൊ എന്തായാലും എടുക്കണം. അപ്പൊ ഇതാണ് സംഭവം കാര്യത്തിന്. പക്ഷേ അപ്പൊ നേരെ തിരിച്ച് പോലീസ് സ്റ്റേഷൻ കാര്യത്തിന് പോകണം. അപ്പൊ ഇത് അവിടെ കൊണ്ടുപോയി കൊടുത്താൽ ഞാൻ പറഞ്ഞ പ്ലാനൊക്കെ പോലീസുകാർ ചെയ്യണേക്കാരും. അപ്പൊ ഇത് ഹെൽമെറ്റും കാര്യത്തിന് ഇത് പോലീസുകാരായിട്ടാണ് ഇവിടെ സോമിനെ ആക്രമിക്കാൻ പോയതേക്കാരം. അപ്പൊ എന്താ യാതൊരു അടിയും കഴിയില്ല, പോലീസുകാർക്ക് കയ്യൊന്നും അല്ല. നേരെ പോലീസ് സ്റ്റേഷന്റെ ഉള്ളിൽ എത്തിക്കുന്നത്. ഇവിടെ പോലീസുകാർ സോമി കാര്യത്തിന് പക്ഷേ വണ്ടിയാണ് തട്ടിയാണ് ഇതിന്റെ മുകളിൽ കയറി എന്തെങ്കിലും കുഴപ്പം ബാക്ക് എടുത്തുകാണ്ട് എന്തെങ്കിലും വണ്ടി നിന്ന് ഇറങ്ങിയാൽ ഞാൻ പോലീസുകാരുടെ കാര്യം പറഞ്ഞിട്ട് കിട്ടിയതും കാര്യത്തിന്. അപ്പൊ വണ്ടിയിൽ നിന്ന് ഇറങ്ങി സോമി കാര്യത്തിന് പോലീസ് സ്റ്റേഷനെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. യാതൊരു അടിയില്ല സോമി. അല്ല സാറ് സാധന കാര്യത്തിന് സാറേ ഇപ്പൊ തരാം സാറേ സോമി കാര്യത്തിന് ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സാർ അങ്ങനെ നിൽക്കുന്ന സാറിന് ഈ 5 പോലീസുകാർ കാര്യത്തിന് സ്കെലറ്റന്റെ തലയും കാര്യത്തിന് ഇട്ടിട്ട്. അപ്പൊ സ്കെലറ്റന്റെ തലക്ക് നല്ല പവറും കാര്യത്തിന് ഉണ്ടായിരുന്നു പോലീസുകാർ ഇട്ടിട്ട്. അപ്പൊ ഇതാണ് ഞാൻ കൊടുത്തത്. അപ്പൊ ഇവർക്ക് നല്ല പവറും കാര്യത്തിന് കിട്ടിയത്. അപ്പൊ സോമിനെ ആക്രമിക്കാൻ ഇവർക്ക് പറ്റുന്നെങ്കിലും അപ്പൊ എന്തായാലും ഇവർക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ് സോമിനെ ആക്രമിക്കാൻ പോകാൻ വന്നത്. അപ്പൊ 5 പോലീസുകാരും കാര്യത്തിനേ ഉള്ളൂ, വേറെ പോലീസുകാരും കാര്യത്തിൽ പോലീസ് സ്റ്റേഷൻ ഇല്ലാത്തതുകൊണ്ട് ഇവർക്ക് മാത്രമേ ഡ്യൂട്ടി ഉള്ളൂ. അപ്പൊ എന്തായാലും ഇവര് പോയി നമുക്ക് നേരെ പോയത് സോമി കാര്യത്തിന് എപ്പോഴും ആക്രമിച്ചുകൊണ്ട് യാതൊരു അടിയും കാര്യത്തിന് നമുക്ക് കിട്ടിയ നമ്മൾ വിട്ട് പോലീസുകാരും കാര്യത്തിന് സോമി കാര്യത്തിനെ ആക്രമിച്ച് കിടണം. അപ്പൊ എന്തായാലും പോലീസുകാരും കാര്യത്തിന് ഇവിടെ വീണ് കിടക്കണം. അപ്പൊ സോമി കാര്യത്തിനാണ് നീച്ചു നിൽക്കുന്നത്. പക്ഷെ അപ്പൊ നമ്മളെ വിട്ട പോലീസുകാരും കാര്യത്തിന് തോന്നുന്നുണ്ട്. അപ്പൊ ആറ് ഐഡിയും കാര്യത്തിന് നമ്മൾ വിട്ട പോലീസുകാരെ മയത്തുന്നുണ്ട്. അപ്പൊ നമ്മൾ സോമി കാര്യത്തിനെ ആക്രമിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പൊ എന്തായാലും നമ്മളെ വിട്ട പോലീസുകാരെ വേസ്റ്റ് ചെയ്യണേ. അപ്പൊ നമുക്ക് നേരെ പോലീസുകാരും നമ്മളെ ബാക്കിൽ എന്താന്ന് പറയാ എന്താ തിരിഞ്ഞു നോക്കി എന്താ സംഭവം കാര്യത്തിനുണ്ട്. നമ്മളെ ബാക്കിൽ സോമി കാര്യത്തിനുണ്ട്. നമ്മളെ പെട്ടെന്നാണ് വീട് നമ്മളെ കാലുമേക്ക് അടിച്ചിട്ട് തോന്നുന്നു. ഞാൻ ഇപ്പൊ വേദന എടുത്തിട്ട് വയ്യ നമ്മളെ സോംബിയിൽ കടിച്ചിട്ടുണ്ട്. അപ്പൊ ഈ യന്ത്രം കാണില്ല സോംബിക്ക് എന്താ പറ്റി തോന്നുന്നുണ്ട്. അപ്പൊ സോംബി നീച്ച് സോംബിക്ക് വിടുന്നത് നമ്മളെ ബാക്കിലാണ് നമ്മളെ പോലീസിനും കാര്യത്തിൽ നമ്മൾ രക്ഷിക്കുന്നത്. നമ്മളെ വിട്ട പോലീസിനും കാര്യത്തിലുണ്ട്. സാർ എപ്പോഴാ വരുന്നത്? ഞാൻ 2 മിനിറ്റ് കൂടെ എന്റെ ജീവൻ പോയിന് സാർ. എപ്പോഴാ വരുന്നത്? നേരം വൈകി വന്നത്. ഇത് പോലീസുകാരൊന്നും അല്ലതുകൊണ്ട് ഗൈസ് ഇത് നമ്മൾ വിട്ട പോലീസുകാർ. നമ്മളെ വിട്ട പോലീസുകാർ ഇങ്ങനെയൊന്നല്ല ഗൈസ്. ഒരു വർത്താൻ തന്നെ രീതി നമ്മളെ വിട്ട പോലീസുകാരും കാര്യത്തിന് 1 2 3 4 5 പോലീസുകാരുണ്ട് ഗൈസ്. അപ്പൊ 5 പോലീസുകാർ നമ്മളിവിടെ 5 പോലീസുകാർ നമ്മളെ മരിച്ചിരിക്കുന്നത്. അപ്പൊ ഗൈസ് ഈ പോലീസുകാരാ